ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലാസ്സിൽ 4 ഗ്ലാസ് അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് പച്ചരി അല്ല, കുത്തരിയാണ് കേട്ടോ. അതായത് ചുവപ്പ് കളറിലുള്ള അരി ഉണ്ടല്ലോ, അപ്പം അങ്ങനത്തെ അരിയാണ് കേട്ടോ. പച്ചരി ആണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പൊ അതിന് 4 ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ 6 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം ഒരു കപ്പാണ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് 1.25 ഗ്ലാസ് വെള്ളമാണ് ഒരു കപ്പ് അരിക്ക് വേണ്ടത്, അല്ല ഒരു കപ്പ് അരിപ്പൊടിക്ക് വേണ്ടത്. അപ്പൊ ഇത് എനിക്ക് 5 ഗ്ലാസ് മതി അങ്ങനെ നോക്കുമ്പോൾ. പക്ഷെ ഞാൻ എന്നാലും കുറച്ചും കൂടി എക്സ്ട്രാ ഒഴിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പൊ ഒരു കപ്പും കൂടി ഞാൻ എക്സ്ട്രാ ഒഴിച്ചു കൊടുത്തു എന്നുള്ളൂ. അപ്പൊ ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പൊ ആ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാൻ എക്സ്ട്രാ ഒരു ഗ്ലാസ് ഒഴിച്ച് വെച്ചല്ലോ, അപ്പൊ ആ ഒരു ഗ്ലാസ് ഇങ്ങോട്ട് തന്നെ മുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല കേട്ടോ. അപ്പൊ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ഓയിൽ ഒഴിച്ചെടുത്താൽ ഒന്നും കൂടി പൊടി സോഫ്റ്റ് ആയിട്ട് വരും. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഓയില് അല്ലെങ്കിലും പത്തിരി നന്നാവും. അതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പത്തിരി നന്നാവും കേട്ടോ. അപ്പൊ ഉപ്പ് നോക്കണം. ഉപ്പ് ഒരുപാട് ഓവറായിട്ട് ചെയ്ത് കൊടുക്കരുത്, കാരണം കറിയിലും ഇത് പത്തിരിയിലും കൂടി വരുമ്പോൾ പിന്നെ കഴിക്കാൻ കഴിയില്ല. അപ്പൊ അതൊക്കെ അതിന്റെ പാകത്തിലുള്ള അളവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുക. പിന്നെ അത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പൊ എനിക്ക് ഈ ഒരു പത്തിരിന്റെ ഇത് പണ്ടൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ചെയ്യാനൊന്നും. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പത്തിരിയൊക്കെ ചെയ്തെടുക്കുക എന്നുള്ള കാര്യങ്ങൾ കേട്ടോ. കാരണം ഞാൻ പൊടി വാട്ടിയാലൊന്നും ശരിയാവില്ല, അതിന്റെ അളവും കാര്യം എനിക്ക് അറിയില്ല. അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളുണ്ട്. പിന്നെ അപ്പൊ അങ്ങനെ ഓരോ ഇതിൽ മനസ്സിലാക്കിയിട്ടാണ് ഇപ്പം ഓരോരുത്തത് കണ്ടിട്ടും അതുപോലെ തന്നെ വീഡിയോയിലും അങ്ങനെ പലതും കണ്ടിട്ടാണ് ഇപ്പൊ ഞാനും പഠിച്ചെടുത്തത് കേട്ടോ. ഇപ്പൊ കുറച്ചായിട്ട് ഇപ്പൊ എനിക്ക് പത്തിരി വരത്തണേലും ഉണ്ടാക്കണേലും ഒന്നും എനിക്ക് ഒരു വിഷയമല്ല. നല്ല ഇതിൽ തന്നെ എനിക്ക് കഴിയട്ടോ. അപ്പൊ നമ്മളെ പൊടി ഇവിടെ നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, നല്ലോണം ഇളക്കിയിട്ട് അടിയിൽ പിടിക്കാത്ത രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കഴിഞ്ഞിട്ട് ഈ പൊടി കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മൾ കുഴച്ചെടുക്കണ്ട, കാരണം അതിന്റെ ചൂട് ഇതാകുമല്ലോ. പിന്നെ നമ്മൾ അടച്ചു വെക്കുന്ന സമയം അതിൽ കടന്നിട്ട് ഒന്നും കൂടി അത് പൊടിയൊക്കെ ഒന്ന് വെന്ത് വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അടച്ചു വെക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇത് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഞാനിതാ പത്തിരി പരത്തണ ഈ ഒരു ഷീറ്റ് ഇവിടെ വിരിച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാനിത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഷീറ്റ് വാങ്ങിച്ചിട്ടുള്ളത് ഗ്രോ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ. നല്ല കുഴപ്പമില്ലാത്ത ഒരു തന്നെയാണ് കേട്ടോ. നല്ല സിലിക്കോണിന്റെ മെറ്റീരിയൽ തന്നെയാണ്. അപ്പൊ അതാ നമ്മൾ കുഴക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഐഡിയ ആണ് ഇട്ടത്. പൊടികളൊക്കെ നന്നായി ഇട്ട് കൊടുത്തതിന് ആക്കിയിട്ട് എന്ത് ചെയ്യുക, 2 കയ്യിലും ഓരോ പ്ലാസ്റ്റിക്കിന്റെ കവർ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ കെട്ടി വെക്കണം എന്നൊന്നുമില്ല, ലൂസായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് വെച്ചിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമ്മളെ കയ്യെ ഒട്ടാതെയും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ചൂട് ഏൽക്കില്ല കേട്ടോ. അപ്പൊ നന്നായിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ഇപ്പൊ കുഴച്ചെടുക്കല് കേട്ടോ. ഞാൻ 2 കയ്യിലും ഓരോ പ്ലാസ്റ്റിക്കിന്റെ കവർ ഇട്ടിട്ടാണ് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പൊ നമ്മളെ പൊടി ഇവിടെ നന്നായിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അത് ഓരോന്നും പരത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പൊ ആദ്യമൊക്കെ ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് തന്നെയാണ് പരത്തെടുത്തിരുന്നത്. ഇപ്പൊ ഈ ഒരു ഷീറ്റ് കിട്ടിയതിന് ശേഷം ഈ ഒരു ഷീറ്റിലാണ് കേട്ടോ ചെയ്യല്. അപ്പൊ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ നമുക്ക് പത്തിരി പരത്താനൊക്കെ ഈ ഒരു ഷീറ്റിൽ കഴിയുന്നുണ്ട് കേട്ടോ. അപ്പം ഗ്രോ സ്റ്റോറിൽ ഇതുപോലെ പല ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് കയറി സന്ദർശിച്ച് നോക്കുക കേട്ടോ. ഗ്രോ സ്റ്റോറിൽ ഞാൻ ഗ്രോ സ്റ്റോറിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. ഞാൻ കുറച്ച് ഐറ്റം വാങ്ങിയത്, ബാക്കിയുള്ള കുറച്ച് ഐറ്റങ്ങളും വരുന്നുണ്ട്. അതിന് ശേഷം ഞാൻ അവിടെ ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ കൊടുക്കും കേട്ടോ. അപ്പൊ അതങ്ങനെ നമ്മൾ പത്തിരി ഓരോന്ന് പരത്തെടുക്കാണ് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ചൂടാൻ തുടങ്ങുകയാണ്. ചട്ടി ചൂടായിട്ട് വന്ന ശേഷം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുറെ നേരം ചൂടാണ്ട്. അപ്പൊ ഒന്നും കേട്ടോ ആവി വരുമ്പോ തന്നെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ രണ്ടാമത് ഇടുമ്പോൾ ഫസ്റ്റ് ഇട്ടില്ലാറെ കുറച്ചും കൂടി നേരം നമ്മൾ വെച്ചെടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം കൈകൊണ്ടൊക്കെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. അപ്പൊ എല്ലാ ഭാഗത്തേക്കും ചൂട് നന്നായിട്ട് തട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. മൂന്നാമത് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുമ്പോഴാണ് ഇതുപോലെ നന്നായിട്ട് തന്നെ പൊന്തി വരുന്നത് കേട്ടോ. അപ്പം ഞാനൊക്കെ ആദ്യമൊക്കെ ചെയ്ത സമയത്തൊന്നും എന്റെ പത്തിരി ഇതേപോലെ പൊന്തി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതെല്ലാം അട പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ നമ്മള് ആ ഒരു മാവ് കുഴച്ചുണ്ടാക്കണ ഇതിന്റെ ഒരു വ്യത്യാസമാണ് കേട്ടോ. മാവ് നമ്മൾ കുഴച്ച് നന്നാക്കണതിനനുസരിച്ച് നമ്മളെ പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ അങ്ങനെ ഓരോന്നും നമ്മളിങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പം 4 ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങളിവിടെ വീട്ടിൽ കുറച്ച് ആൾക്കാരുണ്ടായതുകൊണ്ട് ഫസ്റ്റത്തെ ദിവസം ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. എന്നും നമുക്ക് പത്തിരി ചുട്ടാൻ മുതലാവില്ല, കാരണം നമുക്ക് അതിന് കഴിയില്ല, അത്രയും ചുട്ടെടുക്കണം. പിന്നെ ഈ പത്തിരി പൊന്താൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഐഡിയ എന്താണ് ഉപയോഗിക്കുന്നത്, ഇതുപോലെ ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കും. അപ്പൊ ഒരു സൈഡിൽ ഇങ്ങനെ അമർത്തുമ്പോൾ അതിന്റെ ആവി ആ ഭാഗത്തൊക്കെ നീങ്ങി അങ്ങനെ നന്നായിട്ട് തന്നെ പൊന്തിയിട്ട് വരും കേട്ടോ. അതൊരു ടിപ്പാണ്. അങ്ങനെ ബാക്കിയുള്ളതും നമ്മളിങ്ങനെ ചുട്ടെടുക്കാൻ കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ കറി എന്ന് വെച്ചാല് ചിക്കൻ വെച്ചിട്ടാണ് കറി ചെയ്യുന്നത്. തേങ്ങ അരച്ചിട്ട് അങ്ങനെ ചെയ്യാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പൊ
പിന്നെ അപ്പങ്ങളൊക്കെ ഉള്ളത് പത്തിരിക്ക് നന്നായിട്ട് തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ലതാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ചൂടാറുന്നതിനനുസരിച്ച് വേറൊരു ഇതിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട്, വേറൊരു പാത്രത്തേക്ക്. അപ്പൊ അത് ഒരുപാട് ചുട്ട് വെച്ചിട്ടുണ്ട്, ഇനിയും ബാക്കി ചൂടാനുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയല, ഇടക്കിടക്ക് നമ്മൾ ഇത് തുണി വെച്ചിട്ട് ഈ ഒരു പത്തിരി ചുട്ടെടുക്കണം ആ ഒരു പാന് എന്ത് ചെയ്യുക, ഇടക്കിടക്ക് ഒന്ന് തുടച്ചെടുക്കട്ടെ. അല്ലെങ്കിൽ അതിൽ പൊടി ഉണ്ടാവും, ആ പൊടി ഓവറായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ പത്തിരിക്ക് കളർ മാറ്റം സംഭവിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ട്, കറിയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി പിന്നെ എന്തായത് ആ സമയമാകുമ്പോൾ ഒഴിച്ച് കഴിച്ചാൽ മതി. അപ്പൊ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പത്തിരിയും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും താങ്ക് യു.